PM ശ്രീയിൽ UDF മുട്ടുമടക്കാൻ പാടില്ലെന്ന് MSF. കാവ്യ രാഷ്ട്രീയത്തിന്റെ വിഷ സിലബസുകൾ കേരളത്തിലെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കില്ലെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് MLA ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം. നിഖിൽ പരമേശ്വരൻ നിഖിൽ, PK നവാസിന് അതല്ലാതെ പറയാൻ കഴിയില്ല. കാരണം എന്താണ്? പോയ സർക്കാരിന്റെ കാലത്ത് PM ശ്രീക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി പോലീസിന്റെ വാട്ടർ ഗാലൻ അല്ലെങ്കിൽ ജലപീരങ്കി പ്രയോഗം ഏറ്റവരാണ് PK നവാസും നവാസിന്റെ MSFും. അപ്പോൾ ആ പ്രതികരണം സ്വാഭാവികമാണ്. എന്താണ് ആ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നിഖിൽ? കശ്മി, ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചനകൾ നടത്തുമ്പോഴാണ് MSFന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പുറത്തു വരുന്നത്. കാവ്യ രാഷ്ട്രീയത്തിന്റെ വിഷ സിലബസുകൾ കേരളത്തിലെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കില്ലെന്ന് PK നവാസ് പറയുന്നു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അതിന്റെ സെക്യുലർ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ UDF സംരക്ഷിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുത്തവർ ഇപ്പോൾ UDFിലെ ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുൻപ് ഈ കരാർ ഒപ്പിട്ടതിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് വ്യക്തമാക്കുന്നത് ഇപ്പോൾ KM ഷാജി അടക്കമുള്ള മന്ത്രിസഭയിൽ നിന്നുള്ള ആളുകൾ തന്നെ വളരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ PM ശ്രീക്കെതിരെ നേരത്തെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോഴും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് മുന്നണിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി ജനപ്രതിനിധികളടക്കം രംഗത്തെത്തുന്നത്. അശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ MSFനെ സംബന്ധിച്ചിടത്തോളം PK നവാസിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രതികരണം നടത്തുകയല്ലാതെ അങ്ങനെ പ്രതികരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം സമരരംഗത്തൊക്കെ സജീവമായി നിലനിന്ന ആളുകളാണവർ. അപ്പോൾ എന്തായിരിക്കും ഇതിൽ തുടർന്ന നിലപാടുകൾ പാർട്ടി നേതൃത്വം സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കശ്മീർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.